ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയെ നമഃ. അങ്ങനെ മഹാദേവൻ ചാടി എഴുന്നേറ്റ ഉടനെ ഈ ശൂലത്തേലാണ് പിടിക്കുന്നത്. ശൂലത്തെ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ശക്തി കിട്ടും. അപ്പൊ നമുക്കും അതേപോലെ ആരോടടുത്തിരിക്കണം? ഭഗവതിയോട് അടുത്തിരിക്കണം, അല്ലെങ്കിൽ ഭഗവാനോട് അടുത്തിരിക്കണം. അങ്ങനെ അടുത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ശക്തി കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ ധരിച്ചിരിക്കുക, അതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ഇരുന്നോളാം പറഞ്ഞു സുഖമായിട്ട്. അങ്ങനെ സുഖമായിട്ടിരിക്കും. ഈ ശാപം ഇടയ്ക്കിടയ്ക്ക് പല ഭാവത്തിൽ വന്നു ചേരും. ഒരു ശാപം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ വരുന്നതൊക്കെ നൂലാമാലയായിട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവകുടുംബത്തെ കുബേരൻ, ഈ ഗുണനിധിയുടെ ചരിത്രം പറയുമ്പോൾ കുബേരന്റെ കഥയിലേക്ക് പോകണം. കുബേരനെ മഹാദേവനെയും കുടുംബത്തെ ഊടിന് വിളിച്ചു. സമ്മതിച്ചു, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. മുമ്പേ പോയത് ആരാ? ഗണേശനാണ്. പുള്ളി മുമ്പേ പോയി. ശാപ്പാട്ട് രാമനാണല്ലോ ഗണപതി. ഇത്ര കൊടുത്താലും പോരാ പോരാന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് കുബേര കൊണ്ടുപോവാന്ന് പറഞ്ഞു. വലിയ ഇല വെട്ടിയിട്ടു. അന്നൊക്കെ ഉണ്ട്, പുരാണത്തിൽ പറയുന്നുണ്ട്, ജിലേബി, മധുര പലഹാരങ്ങൾ പേര് പറയുന്നത് ജിലേബി, ലഡ്ഡു, മോദകം, ഇതൊക്കെ അന്നേ ഉണ്ട്. ഇതൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് തിന്നാൻ തുടങ്ങി. ലഡ്ഡു വിളമ്പിയിട്ട് ജിലേബി എടുക്കാൻ പോയപ്പോഴത്തെ ലഡ്ഡു തീർന്നു. അങ്ങനെ ഓരോന്നും വന്നപ്പോൾ തീർന്ന് അവസാനം ഒന്നും ബാക്കിയില്ലാതെ വന്നു. മഹാദേവനും അമ്മ മഹാമായയും സുബ്രഹ്മണ്യനും കൂടെ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല. പെട്ടെന്ന് ഗണേശനെ നമസ്കരിച്ചു. ഞാൻ എല്ലാത്തിനും അതീതനാണ്, എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ ആർക്കുണ്ടായി? കുബേരൻ. നമ്മൾ ചിലരെ പറയാറുണ്ട്, അയാൾ പോയില്ലേ കുബേരനാ അല്ലേ എന്ന് പറയാറുണ്ട്. ഒന്നുമില്ല, ഒരു സെക്കൻഡ് മതി. കണ്ടിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ജ്ഞാനപ്പാനി പറയുന്നു. ഇത് നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു ആ ഭാവത്തിൽ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. കുബേരന്റെ ഗർവം, അതാ കുബേര ഗർവം തീർത്തവനെ എന്ന് ആരെ പറയുന്നു? ഗണപതിയെ പറയും. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗണേശൻ പോകാൻ തുടങ്ങിയപ്പോൾ തന്റെ വാഹനം ആരാ? ഗണപതിയുടെ വാഹനം ആരാ? മൂഷികൻ. ചിലൊക്കെ ബഹുമാനത്തിലൊക്കെ പറഞ്ഞു മൂഷികനാ. ഓരോരുത്തർക്കും വാഹനം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗണപതിക്ക് മൂഷികൻ വാഹനം, സുബ്രഹ്മണ്യന് മയിൽ 6 മുഖന്, വിഷ്ണു ഭഗവാന് വിഷ്ണുവിന്റെ വാഹനം ഗരുഡന അല്ലേ, മഹാദേവന്റെ വാഹനം കുറച്ചു പറ, ആ വൃഷഭം നന്ദികേശൻ. അപ്പൊ അങ്ങനെ വിഷ്ണുവിന്റെ വാഹനം ഗരുഡൻ. ഗരുഡ ശബ്ദത്തെ പറ്റി പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, ഗരുഡന്റെ 2 ചിറകുകള് ഭൂതവും ഭാവിയുമാണ്. ഉടലെന്ന് പറയുന്നത് വർത്തമാനകാലം, ഭൂതവും ഭാവിയും വർത്തമാനകാലം, ഈ 3 കാലങ്ങളെ നിയന്ത്രിക്കുന്നത് യജ്ഞസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. അപ്പൊ ഇത് ഏതൊരു യജ്ഞം നടന്നാലും ഭഗവാന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണതിന് കൊള്ളരുത്. നമ്മുടെ കണ്ണ് പിന്നെ എന്തിനുള്ള? ആവശ്യമില്ലാത്തത് കണ്ട് ആവശ്യമില്ലാത്ത എന്തുണ്ടോ അത് കണ്ട് പൂരിപ്പിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് നമ്മുടെ കണ്ണിന് കഴിവുണ്ട്. ഇപ്പൊ ഭഗവാൻ തന്റെ വാഹനം, ഇപ്പൊ കാലസ്വരൂപനാണ് ഈശ്വരൻ. കാലത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്, കാലാതീതനാണ് എന്ന് പറയുന്നു. കാലാതീതനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭീഷ്മര് പാണ്ഡവർക്കൊരു ഉപദേശം കൊടുത്തു. അവസാന നിമിഷത്തിൽ ഭീഷ്മരെ കാണാനായിട്ട് പാണ്ഡവർ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു. ശ്രീകൃഷ്ണ ഭഗവാനും നാരദാദി ഋഷീശ്വരന്മാരും എല്ലാവരും കൂടെ നേരെ ചെന്നു കഴിഞ്ഞപ്പോ യുധിഷ്ഠിരനെ എല്ലാവരും നമസ്കരിച്ചു. പാണ്ഡവരൊക്കെ നമസ്കരിച്ചതിന് ശേഷം അവർക്ക് ഭരണത്തിന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കണം, നല്ല ഉപദേശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറുക്കി കൊള്ളുന്ന ഉപദേശമാണ് പാണ്ഡവർക്ക്
ഭീഷ്മ പിതാമഹൻ കൊടുത്തത്. എന്താ കൊടുത്തത്? കാലസ്വരൂപനാണ് ഈശ്വരൻ, കാലത്തെ വേണ്ട വിധത്തിൽ ആചരിക്കണം, കാലമാണ് ഈശ്വരൻ ഒക്കെ പറഞ്ഞു. പിന്നെ തന്നെയല്ല, വേറൊന്നുകൂടി പറഞ്ഞു, നിങ്ങൾ ഈ ശ്രീകൃഷ്ണനെ കണ്ടിരുന്നത് ഒരു സഹപാഠിയായിട്ടും ബന്ധുവായിട്ടാണ്, സർവേശ്വര ഭാവത്തിൽ കണ്ടിരുന്നില്ല. ഭഗവാനെ സർവേശ്വര ഭാവത്തിൽ കണ്ടിരുന്നത് നിങ്ങളുടെ അമ്മയും ധർമ്മപത്നിയാണ്. ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവനും തമ്മിലുള്ള ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ ഭക്തി പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഭഗവാനെ എന്ത് പേരും വിളിക്കാം, അല്ലേ? എടാ കള്ള എന്നൊക്കെ വിളിക്കാം, അല്ലേ? കള്ളനെ എന്നൊക്കെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കാം. എന്നാൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് എടാ മഹാദേവൻ ആർക്കെങ്കിലും വിളിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ശ്രീകോവിലിന്റെ വാതൊക്കെ ചെന്നിച്ച് ശ്രീ പരമേശ്വര എടാ എന്നൊക്കെ വിളിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ഇല്ല. എന്താ കാരണം? ഭഗവാന്റെ സ്വരൂപം അങ്ങനെ, ആ രൂപം അങ്ങനെ ഒരു ഭാവമാണ്. ഭഗവാൻ അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന സങ്കല്പം. സകളനാണ്, നിഷ്കളനാണ്, ശാന്തനാണ്, സ്വച്ഛനാണ്, നിരാമയനാണ്, പരോപകാരിയാണ്. ഭഗവാന്റെ രൂപം അതാണ്. ആരെങ്ങനാണോ ഭഗവാനെ ഭാവിക്കുന്നത് ആ ഭാവത്തിൽ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്നാണ്. പിന്നെ നമ്മൾ ജനിക്കുമ്പോൾ പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ പല ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ ജന്മത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്താ ഭഗവാനെ എങ്ങനെ ദുഃഖം അനുഭവിക്കുന്നത് നമ്മൾ ഭഗവാനോട് നേരിട്ട് ചോദിച്ചു പോകും. അപ്പൊ ഭഗവാൻ അടുത്തുകൊണ്ട് ചിരിക്കും. എന്താ അതിന്റെ അർത്ഥം? ഈ ജന്മത്തിലെ അല്ല, അനേക ജന്മങ്ങളിലെ $84 ലക്ഷം ജന്മം കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു ജന്മമാണ് ഏത് ജന്മം? ഏത് ജന്മം? മനുഷ്യജന്മം, അല്ലയോ? അപ്പൊ ഇവിടെ സ്റ്റേജാ. നമ്മളൊക്കെ ഏത് സ്റ്റേജിലാ? പ്രപഞ്ചമാകുന്ന സ്റ്റേജിലെ നടീനടന്മാരാ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ സ്റ്റേജാണ്. ഇവിടെ എന്തെല്ലാം നാടകങ്ങളാ, സിനിമയ്ക്കകത്ത് സിനിമ, അല്ലയോ? സീരിയലുകൾ എന്തെല്ലാം നടക്കുന്നു. യാഥാർത്ഥ്യങ്ങളും യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മളെ അഭിനയിച്ചും കണ്ടും കേട്ടും അറിഞ്ഞു പോകുക. അപ്പൊ പ്രപഞ്ചമാകുന്ന സ്റ്റേജിലെ നടീനടന്മാരാണ് നമ്മളേവരും. ഇവിടെ അഭിനയിക്കുക. സംവിധായകൻ പറയുക നിർത്തിയരുത്, നിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നിർത്തിയൊക്കത്തുള്ളൂ. അതൊക്കെ തന്നെ എനിക്ക് കുറച്ചുകൂടെ അഭിനയിക്കുന്ന പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ അവിടെ അഴിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ തീർത്തോണം. അപ്പൊ കാലസ്വരൂപനാണ് ഈശ്വരൻ. അതുകൊണ്ട് ഹേ ഗണേശ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുബേരന്റെ ഗർവ്വം തീർത്തു. നേരെ വരുന്ന വഴിയിലാണ് ഗണേശൻ വിചാരിച്ചു ഞാനിതെല്ലാം കൂടെ വലിച്ചു വാരി തിന്നുകൊണ്ട് പോവാ. അത് ആരുടെ മണ്ഡലക്കാരൻ്റെ? ഈ മൂഷികന്റെ പുറത്താകർക്ക, അല്ലേ? എങ്ങനെ പോകും? ഇപ്പൊ ഗണപതിയുടെ കഥകൾ ഒരുപാട്, 36 ഗണപതിയെ പറ്റി പറയുന്നുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ അത്രയും പറയുന്നില്ല പൂജയ്ക്ക്. ആദി ഗണപതി, മൂലഗണപതി, സ്വയംവര ഗണപതി, വല്ലഭ ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, പിന്നെ അങ്ങോട്ട് നർത്തന ഗണപതി, ദൃഷ്ടി ഗണപതി, നർത്തന ഗണപതി. വീടിന് ദോഷമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ദൃഷ്ടി ദോഷം സംഭവിക്കാനായിട്ട് നർത്തന ഗണപതിയൊക്കെ, ദൃഷ്ടി ഗണപതിയൊക്കെ, ഇങ്ങനെ പല ഭാവം പറയുന്നുണ്ട്. അപ്പൊ ഗണപതി വിചാരിച്ചു ഞാൻ പോയാല് കുഴപ്പമാണ്. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് ഒരു പാമ്പിനെ കണ്ടു. ഈ മൂഷികൻ എടുത്തൊരു ചാട്ടം ചാടിയതുമല്ല, അതിന്റെ പുറത്തുനിന്ന് ഗണേശൻ വീണു. ഈ വീഴ്ച കണ്ടുകൊണ്ട് ഈ ഗ്രഹപ്പഴക്കാരൻ ചിരിച്ചു. ആരാ? ചന്ദ്രൻ. ചിരിച്ചത് സ്നേഹം ഉണ്ടായിട്ടാ, അല്ലേ? ഈ സ്നേഹമുള്ള ഒരാള് വീഴുമ്പം അടുത്ത് നിൽക്കുന്ന ആള് ചിരിക്കും, സ്നേഹം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചിരിക്കത്തില്ല. അപ്പൊ മനസ്സിലാക്കി, എന്നെ ഞാൻ വീഴുന്നത് ആരോ കണ്ടു എന്ന് മനസ്സിലാക്കി നോക്കിയപ്പോ ചന്ദ്രനാ. ദുഷ്ട, നീച, നീ എന്നെ കണ്ടുകൊണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിനക്ക് ഒരു ദുഷ്പേര്. ഇന്ന് ആരാണോ നിന്നെ ദർശിക്കുന്നത് അവർക്ക് ദുഷ്പേരുണ്ടാകും. എപ്പോഴാ? ചതുർത്ഥി ദിവസം നിന്നെ കണ്ടാല് ആ കാണുന്നവർക്ക് ദുഷ്പേരുണ്ടാകട്ടെ എന്നൊരു ശാപം കൊടുക്കും. ശാപമോക്ഷം. ഈ ശാപം കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ശാപമോക്ഷം കൂടി കൊടുക്കാൻ കഴിവുണ്ടാകും. അപ്പൊ പറഞ്ഞു, ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് നിന്നെ അർച്ചിച്ചാല് ആ ദോഷം മാറി കിട്ടും.
പണ്ട് കാലത്ത് കാരണവന്മാരങ്ങനെ ചെയ്യുമായിരുന്നു. പറഞ്ഞു തരും, ഒരു നൂലെടുത്ത് അർച്ചിച്ചാൽ മതി. ഇപ്പൊ നൂലെടുക്കാനൊക്കെ നൂലെടുത്താൽ പിന്നെ ആംബുലൻസ് അല്ലേ, ചുരുങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ ഗണേശന്റെ ഒരു കഥ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഗുണനിധി എന്ന് പറയുന്ന ആള് തന്റെ ജീവൻ പോയി കഴിഞ്ഞപ്പോ ഭഗവാനെ ശരണം പ്രാപിച്ചു ജീവൻ. അപ്പൊ ഭൂതഗണങ്ങൾ വന്നു എന്നാ, ശിവലോകത്തു നിന്നും യമലോകത്തു നിന്നും വന്നു. അവര് തമ്മിൽ തർക്കമായി. ഞങ്ങൾ എങ്ങനെയുള്ളവരെ കൊണ്ടുപോകരുത്, എങ്ങനെയുള്ളവരെ കൊണ്ടുപോകണം എന്ന് യമധർമ്മന്റെ ബിഎമാര് ചോദിച്ചപ്പോ പറയുകയാണ്, ഭസ്മം തൊട്ട് നാമം ജപിക്കുന്നവരെ യമലോകത്തിലേക്ക് കൊണ്ടുപോയിക്കൂടാ. ഭസ്മം തൊടാതെ നാമം ജപിച്ചാൽ ഒരു ഫലമില്ല. ഏറെ നാമം ജപിക്കുന്നു പറയും. ഓട്ടയുള്ള കുടത്ത് വെള്ളം ഒഴിച്ചു വെച്ച പോലെ ഭസ്മം തൊടാതെ നാമം ജപിച്ച. അതുകൊണ്ട് രാവിലെ അതിന് പറയുന്നുണ്ട്, കുളി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഭസ്മം തൊട്ടിരിക്കണം. ചിലപ്പം നെറ്റിക്കൊന്ന് പോകാതിരിക്കാൻ സാരമില്ല, കുളി കഴിഞ്ഞാൽ ഉടനെ ഭസ്മം തൊടണം. ഭസ്മം തൊട്ടിട്ട് നമശിവായം ജപിക്കണം. എങ്കിൽ മാത്രമേ ഡെപ്പോസിറ്റ് ആകത്തുള്ളൂ, സേവ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പോഴേ പോകും. അപ്പൊ നാമം ജപത്തിന് ഫലമുണ്ട്. ഏത് നാമം ജപിച്ചാലും ഭസ്മം തൊട്ട് നാമം ജപിച്ചെങ്കിൽ മാത്രമേ അതിന് ഫലമുള്ളൂ. ഇവിടെ ഭസ്മം തൊടുന്നവരും ഉണ്ട്, തൊടാത്തവരും ഉണ്ട്. ഈ തൊടാത്തവരെ കാണുമ്പോഴും അറിയാം, തൊട്ടവരെ കാണുമ്പോഴും. എന്താന്ന് വെച്ചാൽ അവരുടെ മുഖത്ത് അതിൻ്റെതായിരിക്കുന്ന ഒരു ഓറ. ചിലരൊക്കെ തല കുടിച്ചത് പറഞ്ഞു തൊടാത്തവരാ. അതിനിവിടെ ഭസ്മം വെച്ചിട്ടുണ്ട്. ഇവിടെ ദിവസവും ഭസ്മം തൊടുക. അത് കഴിഞ്ഞാൽ ഇവിടെ ശിവാഗ്നി ജ്വലനമുണ്ട്. എന്തുവാ ഈ ശിവാഗ്നി ജ്വലനം എല്ലാവരും ചിന്തിക്കും. അതാണ് ചാണകവരളി ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട്. യജ്ഞത്തിന്റെ 9-ാം ദിവസം ഇവിടെ തെക്കേ വശത്ത് വലിയ ഹോമകുണ്ഡം തയ്യാറാക്കും. ഒരാൾ കിളത്തത്തിൽ, ഒരാൾ നീളം വീതിയിൽ ഹോമകുണ്ഡം തയ്യാറാക്കി അതില് ചിരട്ടാത്തുണ്ട് ലാമ്പറവ് ഇതൊക്കെ ഇട്ടിട്ട് ചമത കൊണ്ട് ഹോമം, അഘോരമന്ത്രം കൊണ്ട് അഗ്നിയെ ജ്വലിപ്പിച്ച് അത് കത്തി വരുന്ന ആ സമയം. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയിലും ഈ ചാണകവരളി തരും. അതിന് നിങ്ങൾ കൗണ്ടറിൽ നിന്ന് ഒരു രസീത് എടുക്കണം. ശിവാഗ്നി ജ്വലനത്തിന് ആ ഭസ്മം നിങ്ങൾക്ക് വേണമല്ലോ. അതിന് രസീത് എടുത്തിട്ട് ആ രസീതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാണകവരളി തരും. അത് കൈ വെച്ചുകൊണ്ട് മഹാമന്ത്രം ജപിക്കണം. സഹസ്രാവർത്തി പഞ്ചാക്ഷരി മന്ത്രം. അങ്ങനെയാണ് ചാണകവരളി ചൂടേണ്ടത്. നമുക്ക് ശിവരാത്രി ദിവസം ഉണക്കി വെച്ചേക്കുന്ന ചാണകവരളി പെട്ടെന്ന് ഉമിയൊക്കെ ഇട്ടങ്ങ് തീ കത്തിക്കുക. അത് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ചാണകം കത്തി എന്നുള്ളൊരു ഫലം. നമ്മുടെ ഭസ്മം എന്ന് പേര് കിട്ടും. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒറിജിനൽ ഭസ്മം. അതായത് ചാണകവരളി കത്തിയത് അത് പിറ്റേ ദിവസം എടുത്ത് വെള്ളത്തിൽ കലക്കി 3 പ്രാവശ്യം കലക്കി ഊറ്റി കരിക്കും വെള്ളം, പനിനീര് ഇതൊക്കെ എടുത്ത് ഒഴിച്ച് ശുദ്ധമാക്കി ഉരുട്ടി വെയിലത്ത് വെച്ച് ഉണക്കി അത് കത്തിക്കും. അത് ഹവനം നടത്തിയിട്ട് ആ ഭസ്മമാണ് ആർക്ക് അഭിഷേകം നടത്തുന്നത്? മഹാദേവന്. അതാണ് ശിവാഗ്നിയിലെ ഭസ്മം. നമുക്കിവിടെ 9-ാം ദിവസം അത് ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും ഇത് കലക്കി തെളിച്ച് ഊറ്റി എടുത്തു കഴിയുമ്പോഴേക്കും ദിവസം എത്ര വേണം? 11-ാം ദിവസം കഴിയുമല്ലോ. അതിനെ അനേക സ്ഥലങ്ങളിലെ ശിവാഗ്നിയിൽ കത്തിച്ച ഭസ്മം ശേഖരിച്ചിട്ടുണ്ട്. ആ ഭസ്മം കലക്കി ഊറ്റി റെഡിയാക്കി ഉണക്കി വെച്ചിരിക്കുക. ആ ഭസ്മം ഇവിടെ കത്തിക്കും. അത് മഹാദേവന് നമ്മൾ സമർപ്പിച്ചത് കൂടാതെ തന്നെ അത് മഹാദേവന് അഭിഷേകം നടത്തി ഈ ശിവാഗ്നിയിലെ ഭസ്മം ഭക്തജനങ്ങൾക്ക് തന്നിരിക്കും. അത് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആവുന്നത്ര ഭസ്മം ശേഖരിച്ചു കൊള്ളണം. ശേഖരിച്ചിട്ട് ദിവസവും ഭസ്മം തൊടണം. ഭസ്മത്തിന്റെ മഹാത്മ്യം മഹാദേവനല്ല പറയുന്നത്, പിന്നെ പാർവതീദേവിയാണ് പറയുന്നത്. പാർവതിയാണ് ഭസ്മമഹാത്മ്യം വിസ്തരിച്ച് പറയുന്നത്. വിഭൂതിയുടെ മഹാത്മ്യം പറയുന്നത് പാർവതീദേവിയാണ്. അങ്ങനെ യമലോകത്തേക്ക് ഭസ്മം തൊട്ട് നാമം ജപിക്കുന്നവരെ കൊണ്ടുപോകാൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തുന്നവരെ, ക്ഷേത്രങ്ങളിൽ സമർപ്പണം നടത്തുന്നവരെ
ഒരു കാരണവശാലും യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദാനധർമാദികൾ ചെയ്യുന്നവരെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്. ബുദ്ധി കൊണ്ടും ആരോഗ്യം കൊണ്ടും ആർജിച്ചിരിക്കുന്ന ധനത്തിന്റെ അംശം പല പ്രകാരത്തിലായിട്ട് എവിടെ സമർപ്പിക്കണം? ദേവങ്കൽ സമർപ്പിക്കണം. അതിൽ നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ 20 പൈസ പിതൃകർമ്മത്തിന് ഉപയോഗിക്കണം. ബാക്കി എത്ര ഉണ്ട്? 80 അല്ലേ? 20 പൈസ വരുന്ന തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കണം. ബാക്കി എത്ര ഉണ്ട്? 60. 20 പൈസ തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ബാക്കി 40 ഉണ്ട്. 20 പൈസ ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. 20 പൈസ മറ്റ് ദാനധർമാദികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ 1 രൂപ നമ്മളിലുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട? കർമ്മങ്ങൾ പ്രത്യേകം നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇന്ന രീതിയിൽ ചെയ്യണം. അർത്ഥവാൻ എന്നാൽ അവൻ എന്നെ അർത്ഥം കൊണ്ട് സേവിക്കണം. ധനമുള്ളവന് എൻ്റെ കാര്യത്തിന് വേണ്ടി ധനം കൈയഴിച്ച് ചെലവഴിക്കണം. ഇനി അതില്ലെങ്കിൽ ദേഹത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിന് വേണ്ടി ദേഹം കൊണ്ട് പണിയെടുക്കണം. ഇനി അതുമല്ലെങ്കിൽ എൻ്റെ നാമം ജപിക്കുക. ഇനി അതുമല്ലെങ്കിൽ എൻ്റെ മഹാരൂപത്തെ ധ്യാനിക്കാൻ പറയും. ഏത് വേണോ നമ്മൾ തീരുമാനിച്ചുള്ളൂ. ഒക്കെ ഭഗവാൻ അറിയാം ആർക്കൊക്കെ എന്തൊക്കെ തന്നോ, എങ്ങനെയൊക്കെയാണ്. ആരോഗ്യം തന്നോ, ബുദ്ധി തന്നോ, സമ്പത്ത് തന്നോ, എല്ലാം ഭഗവാൻ അറിയാം. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങോട്ട് തരട്ടെ എന്നിട്ട് അങ്ങോട്ട് തരാമെന്ന് പറയും. അല്ല, അങ്ങനല്ലേ പറയണ്ടേ? ഭഗവാൻ അറിയാം ആർക്കൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റൊരാൾക്ക് അറിയത്തില്ല. ഇനി നമ്മളിൽ എന്തുണ്ട്? ചിലപ്പോൾ കാണുന്ന പോലെ ആയിരിക്കും, ഒന്നും കാണത്തില്ല. പക്ഷെ ഉള്ളിലൊരു നന്മയുണ്ടാകും അല്ലേ? ആ നന്മയാണ് വലുത്. അങ്ങനെ ഇവിടെ പറയും. അങ്ങനെ ഓരോ കർമ്മങ്ങള്, അന്നദാനം നടത്തുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൂടാ, യമപുരിയിലേക്ക് കൊണ്ടുപോയിക്കൂടാ. ക്ഷേത്രോപാസനകള്, മാനവസേവ, മാധവസേവ, മറ്റുള്ളവരെ സഹായിക്കുന്നവരെ ഒരു കാരണവശാലും യമപുരിയിലേക്ക് കൊണ്ടുപോയിക്കൂടാ. ഇതെല്ലാം വ്യക്തമായിട്ട് ലിസ്റ്റ് അനുസരിച്ച് യമധർമ്മന് കൊടുത്തു. യമധർമ്മന്മാരുടെ PA വന്നപ്പോൾ രക്ഷയില്ല. അവസാനം പുള്ളിക്കാരൻ നേരിട്ട് വന്ന് കൊണ്ടുവന്നപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടുപോയിക്കൂടാ. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? നാമം ജപിക്കണം. ഓം നമഃ ശിവായ. അയ്യോ, ഓം നമഃ ശിവായ. കുറച്ച് പറഞ്ഞു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരാട് ജപിക്കുമ്പോൾ അത്രയും പവർ. എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ജപിക്കുമ്പോൾ അതിനൊരു പവറുണ്ട്. ആ പവർ ജപിച്ചവർക്കും ജപിക്കാത്തവർക്കും ഉണ്ടാകും. ജപിക്കാത്തവർക്ക് എങ്ങനെ ഉണ്ടാകുന്നതെന്നറിയാം? ഈ ജപിക്കുന്നവരുടെ ദുരിതങ്ങൾ ഭഗവാൻ എടുക്കും. ആരുടെയും ദുരിതം ഭഗവാൻ എടുക്കത്തില്ല. അത് എവിടെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം ഭഗവാൻ. അങ്ങനെ തീരുമാനിച്ചിരിക്കും. അതിനാണ് നാമം ജപിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ മണ്ടയിലോട്ട് ഇതെല്ലാം കൂടെ വന്നു കയറും. അതുകൊണ്ടാണ് യജ്ഞശാലയിൽ വന്നാലും ക്ഷേത്രത്തിൽ വന്നാലും ശബ്ദം നാമജപത്തിന്. ഓം നമഃ ശിവായ. അതുകൊണ്ട് അത് പറഞ്ഞപ്പോ പേടിയുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ ദുരിതം തന്നിലേക്ക് വരും എന്നുള്ളൊരു പേടിയുണ്ട്. വരാതിരിക്കാൻ ഒറ്റ മാർഗമുള്ള ബുള്ളറ്റ് പ്രൂഫാന്നാ പറഞ്ഞത് നാമജപം. ബുള്ളറ്റ് പ്രൂഫാ. നാമം ജപിച്ചാ മതി. പുരാണ പാരായണത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് നാമജപം. അത് മന്ത്രങ്ങളാണ് എങ്കിൽ പോലും നാമജപത്തിന്റെ മഹത്വത. സന്ധ്യയായ നേരം ഓം ശിവായ മന്ത്ര സേവിതം സന്തതം സുഖം തരും നമഃ ശിവായ വാഹിവ. 18 മിനിറ്റ് ഇന്ന് ജപിക്കാമെങ്കിൽ 1000 രൂപ സമയമാണ്. 18 മിനിറ്റ് ജപിച്ചാൽ മതി. അങ്ങനെ ദിവസവും 18 മിനിറ്റ് ജപിക്കുമ്പോൾ എന്താവും? ദിവസവും കാലങ്ങളോട് ജപിക്കുമ്പോൾ ഈ മന്ത്രസിദ്ധി വരും. ഏതെങ്കിലും ഒരു മന്ത്രസിദ്ധി വന്നാൽ പിന്നെ മറ്റു മന്ത്രങ്ങളൊക്കെ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി, അതിന് വരവുണ്ടാവുന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രയാസം കുറഞ്ഞ ഒരു മന്ത്രമാണ് ഏത്? നമഃശിവായ മന്ത്രം. നമഃശിവായ മന്ത്രം ജപിക്കണം. ഏത് ദുരിതത്തെ ഇല്ലാതാക്കുന്ന മന്ത്രമാണ് നമഃശിവായ മന്ത്രം. അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമഃശിവായ മന്ത്രം കുറെ കാലം നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ ആ ജപിക്കുന്ന ആളിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ ഭയങ്കര ചൂടായി ആ വ്യക്തിക്ക് അനുഭവപ്പെടും. പക്ഷെ ആ ആളിന്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും.
ഫാനും വേണ്ട, എടുക്കും. പുറത്ത് നല്ല ചൂടായിരിക്കും, ഉള്ളിൽ നല്ല, അതാണല്ലോ നമുക്ക് ആവശ്യമില്ലേ? ഉള്ളി ചൂടാവണോ? വേണ്ടല്ലോ. ഉള്ളെന്തായിരിക്കണം? നല്ല തണുപ്പായിരിക്കും. അതാണ് മഹാദേവൻ. മഹാദേവനതാണ് ഉള്ളിലെ ഭഗവാനെ ആക്കുക, ഉള്ളിലേക്ക് ഉറപ്പിക്കുക. മഹാദേവനെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. അവൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ പിന്നെ എങ്ങനെ പോയി എന്നുള്ളതാണ്. നേരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. കൈലാസത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാർവതി ദേവി തൻ്റെ പുത്രനെ പോലെ, സുബ്രഹ്മണ്യനെ പോലെയും ഗണപതിയെ പോലെയും ഈ ജീവനെ സ്വീകരിച്ചു. കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ജനിക്കേണ്ടി വന്നു. പുണ്യം തീർന്നു കഴിഞ്ഞാൽ എന്താവും? വീണ്ടും മനുഷ്യൻ. അപ്പൊ മനുഷ്യജന്മത്തിൽ മോക്ഷം മേടിക്കാൻ നമ്മൾ തയ്യാറാണ്. മോക്ഷം നമ്മൾ പുണ്യം മേടിക്കാനാ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ട് ഇനി ഒരു ജന്മം വേണ്ട. സ്വാമിജി, വഴിയൊരു സ്വാമിജിയൊക്കെ പ്രാർത്ഥന പറയിപ്പിക്കും, എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കും. അടിയങ്ങൾ ഇനിയും മാതൃഗർഭത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണേ. എത്ര നല്ല പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കി. ജനിക്കണോ? നീ ജനിക്കണോ? ഓ വേണ്ടേ വേണ്ട, അനുഭവിച്ചത് മതി എന്ന് പറയും. എന്നാൽ ചില വീട്ടിൽ പട്ടിയെ വളർത്തുന്ന കാണുമ്പോൾ നമ്മൾ ചിലർ പറയാറുണ്ട്, എന്തിനാണ് ആ മനുഷ്യജന്മം, അവന്റെ വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ചാൽ പോരെ ചോദിക്കും. എന്താ അറിയോ? അത്ര സുഖസൗകര്യത്തില പട്ടിയെ വളർത്തുന്നത്. അപ്പൊ ജന്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജന്മമാണ് മനുഷ്യജന്മം. എന്തിനുള്ളതാ? സാക്ഷാത്കാരത്തിനുള്ളതാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ജന്മമാണ് മനുഷ്യജന്മം. അത് പറയുന്നു. മോക്ഷം, മുക്തി. മോക്ഷം കഴിഞ്ഞാൽ പിന്നെ മുക്തിയാണ്. മുക്തി സാധനമാണ്. ഭഗവാനെ അഭയം പ്രാപിക്കുക, മോക്ഷവും മുക്തിയും ഉറപ്പാണ്. ശബരിമല പോകുമ്പോ നമ്മള് ശരണം വിളിച്ചോണ്ടും കെട്ടും കെട്ടി, നിങ്ങൾ പറയണം കെട്ടും കെട്ടി, കുറച്ച് പറ. കെട്ടും കെട്ടി ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയാൽ കറണ്ട് പോകും. മോക്ഷം കിട്ടിയാൽ പിന്നെ അപ്പുറത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ നമ്മൾ ചവിട്ടുന്ന എവിടാ? കെട്ടും കെട്ടി ഇല്ലേ? മോക്ഷം കിട്ടിയാൽ പിന്നെ ഒന്നുമില്ല, അപ്പുറത്തൊന്നുമില്ല. അപ്പൊ മോക്ഷത്തിന് നിദാനമായിരിക്കുന്ന സിദ്ധ ഔഷധമാണ് മഹാമന്ത്രം. മഹാമന്ത്രം ജപിക്കുക. രാവിലെയും വൈകിട്ടും ഉള്ള ജപം വളരെയേറെ പ്രാധാന്യമാണ്. രാവിലത്തെ സന്ധ്യാചരിതം വരുന്നുണ്ട്, ആ സമയം നമുക്ക് സ്മരിക്കാം. അപ്പൊ അദ്ദേഹം പിന്നെ ആരായിട്ട് ജനിച്ചു? അളകാപുരിയുടെ നാഥനായിട്ട് ജനിച്ചു. അളകാപുരിയിലെ നാഥനായിട്ട് ജനിച്ചു. അദ്ദേഹത്തിന്റെ കാലം, അദ്ദേഹത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണഘടന എന്തായിരുന്നറിയോ? രാജ്യത്തെ തന്റെ ഭരണ സമ്പ്രദായത്തിലുള്ള എല്ലാ സ്ഥലത്തും ക്ഷേത്രങ്ങളിലെ ദീപാലങ്കാരങ്ങൾ നടത്തണം, ഇല്ലെങ്കിൽ ശിരച്ഛേദം. ദീപാലങ്കാരം നടത്തിയില്ലെങ്കിൽ ശിരച്ഛേദം വരും. അപ്പൊ ദീപം ഭഗവാന് കത്തിച്ചത് കൊണ്ടാണ് എവിടെ പോകാൻ സാധിച്ചത്? കൈലാസത്തിൽ എത്താൻ സാധിച്ചത് അല്ലേ? അപ്പൊ ഭഗവാൻ ഒരു വിളക്ക് സമർപ്പിക്കുമ്പോൾ ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് എവിടെ പോകാൻ സാധിക്കും? കൈലാസത്തിലേക്ക് പോകാൻ സാധിക്കും അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും പോകണമെന്നുണ്ടോ? വിളക്ക് കത്തിച്ചിട്ട് കൈലാസത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഇപ്പൊ ഒരേ കൈലാസത്തിൽ വിടാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, കൈലാസത്തിൽ പോകാൻ നിങ്ങളുടെ ഈ ജന്മത്തിൽ അവസാന നിമിഷമെങ്കിലും കൈലാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക. കൈലാസത്തിലേക്ക് വിടാൻ പോവാം. ഈ കൈ വെക്കുവരൊക്കെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേക്കും. ഇനി അതല്ല, ഇവർ എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവർക്കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈനായിട്ട് ഇങ്ങോട്ട് വരണം. യജ്ഞശാല ഇങ്ങനെ ഇങ്ങോട്ട് പോവാം. കൈലാസത്തിലേക്ക് വിടാനുള്ളൊരു മാർഗം ഞാൻ ഒപ്പിക്കുക. മഹാദേവൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നവരെയൊക്കെ കൈലാസത്തിലേക്ക്. അതിലൂടെ യജ്ഞശാലയുടെ വടക്കുവശത്ത് ഇവിടെ അതില് ഭസ്മം തൊടും. ഭസ്മം തൊട്ടിട്ട് നേരെ കൗണ്ടറിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് വരണം, എല്ലാവരും വരണം, എല്ലാവരും പൊക്കുക. അവിടെ ചെന്നിട്ട് എനിക്ക് കൈലാസത്തിലേക്ക് പോകണം, ഭഗവാന് വിളക്ക് വെക്കണം. അത് നിങ്ങൾ കാശ് കൊടുക്കണ്ട, നിങ്ങൾ വിളക്ക് മേടിക്കുക.
നിങ്ങൾക്ക് എത്ര വിളക്ക് മേടിക്കാൻ പറ്റുമോ അത്രയും വിളക്ക് മേടിച്ച് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഇത് ഗുണതിഥിയുടെ ചരിത്രം ഇന്ന് പാരായണം ചെയ്തതാണ്. മഹാദേവൻ പ്രത്യേകം പറഞ്ഞു, ഈ വിളക്ക് സമർപ്പിക്കുന്നവർക്കുള്ള സ്ഥാനം കൈലാസം. അപ്പൊ അങ്ങനെ അദ്ദേഹം കൈലാസത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണഘടനയായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ദീപാലങ്കാരങ്ങൾ നടത്തണം. എന്റെ സങ്കല്പത്തിൽ എന്നെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ദീപമെങ്കിലും സമർപ്പിച്ചാൽ ഞാൻ അവരിൽ കടമപ്പെട്ടവനാവും. മഹാദേവന്റെ വഴിപാട് പറയുമ്പോ എന്താ? വിളക്കെന്നാ പറയുന്നത് അല്ലേ? പിന്നെയുള്ള പായസമൊക്കെ പറയുന്നത്. വിളക്കേ മാല, കൂളത്തും മാല, വിളക്കേ കൂളത്തും മാല, വെള്ളനേദ്യം, ശംഖാഭിഷേകം, ഇല്ലയോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഭഗവതിക്കാകുമ്പോഴോ ഉടയാട, കടുംബായുസം, ഉപഹാരം, പായസാന്നപ്രിയായി നമ. ഭഗവതിക്ക് പായസം ഇഷ്ടമാണ്, കടുംബായുസം പായസം ഇഷ്ടമാണ്. അപ്പൊ ഓരോ ദേവന്മാർക്കും ഓരോ നിവേദ്യങ്ങളെ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന. ഇതിനെയൊക്കെ ആധ്യാത്മികമായിരിക്കുന്ന തത്വം പറയുന്നുണ്ട്. നമ്മൾ പോകുമ്പോ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ വഴിപാട് കഴിക്കാൻ പോകുന്നു എന്നല്ലേ പറയുന്നത്? പായസം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും പറയണ്ടോ? ഇല്ല, വഴിപാടിന് പോകുന്നു. എന്തിനാ ഈ വഴിപാടെന്ന് പറയുന്നത്? വഴിയിലുള്ള പാടിനെ ഇല്ലാതാക്കുക. നമ്മുടെ ജീവിതത്തിൽ രണ്ട് വഴികളാണ്, ഒന്ന് ഭൗതികവും ഒന്ന് ആധ്യാത്മികവും. ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വിവാഹം നടക്കുക, സന്താനഭാഗ്യം ഉണ്ടാകുക, ആ ഉദ്യോഗം കിട്ടുക, വിദ്യാഭ്യാസം മേൽമേലെത്തുക, പിന്നെ മാളിക ഉണ്ടാകുക, വാഹനം ഉണ്ടാകുക, ബന്ധുമിത്രാദികൾ വേണം. ഇതൊക്കെ എന്താ? ഭൗതികമാണ്. ആ വഴിയിലെ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു നമ്മൾ. അതുകൊണ്ടാണല്ലോ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളും വഴിപാടുകളൊക്കെ നടക്കുന്നതിന്റെ കാരണം അതാ. വഴിപാടുകൾ, അന്നദാനം, അല്ലേ? ഇവിടെ ഒരു ദിവസത്തെ പൂജ, ഉദയാസ്തമന പൂജ, ഒക്കെ വലിയ ഫലമുണ്ടെന്നാ പറയും. അതിന് ഭാഗ്യം വേണം, അല്ലേ? ഇതൊരു വിളക്ക് സമർപ്പിക്കണമെങ്കിൽ, ഒരു പൂ കൊണ്ട് കൊടുക്കണമെങ്കിൽ, യജ്ഞശാലയിൽ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം യജ്ഞശാലയിൽ ഇരുന്നു കൊണ്ട് ഓം നമഃ ശിവായ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ പോലും എന്ത് വേണം? ജന്മാന്തര സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ജന്മാന്തര സുഹൃതം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാനും പ്രസാദേന ദുഃഖശമന. സംസാരിക്കരുത്. സംസാരിക്കാനുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെച്ചേക്കുന്നല്ല, കമ്മിറ്റിക്കാരോ ആചാര്യനോ അല്ലെങ്കിൽ മറ്റാരും വെച്ചേക്കുന്ന ക്യാമറ അല്ല. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറ വെച്ചേക്കുന്നത് യമധർമ്മന്. ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കുന്നില്ലേ? അതേപോലെ നമ്മൾ കാണാത്ത ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പാചകശാലയിലും ഭോജനശാലയിലും ഇവിടും ക്ഷേത്രത്തിനകത്തും അവിടെ ഇവിടെയൊക്കെ കമ്മിറ്റി ഓഫീസിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരം കാണിക്കുന്നതും പറയുന്നതെല്ലാം ഫോട്ടോ എടുത്ത് ആൽബം റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ശരീരം ഉപേക്ഷിച്ചിട്ട് അവിടെ ചെല്ലുന്നവരെ അങ്കുഷ്ടമാത്രം പെരുവിരൽ വലിപ്പത്തിലുള്ള ശരീരം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ജീവകർമ്മ വിഭാഗം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സെക്രട്ടേറിയറ്റിലെ ജലവകുപ്പ്, വാഹന വകുപ്പ്, ഇല്ലേ, ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ നമ്മുടെ ഭരണഘടന പോലും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ ജീവകർമ്മ വിഭാഗം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാന്നറിയാം? യമധർമ്മന്. PA ആണ് ചിത്രഗുപ്തൻ. ഫോട്ടോ എടുക്കുന്നതാണ് ചിത്രഗുപ്തൻ പറയും. അന്നേരം ഉള്ള കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്നതാണ് ചിത്രഗുപ്തൻ. അപ്പൊ നമ്മൾ പുറകിനെയാണ് ആരാന്ന് ചോദിക്കും, എന്താ അയാൾ തെറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ പറയും, യജ്ഞശാലയിൽ നിന്ന് വർത്താനം പറഞ്ഞവരാണ്, അവർക്ക് എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ പറയും, ഒരു കാര്യം ചെയ്യാം, യജ്ഞശാലയിൽ നിന്ന് സംസാരിക്കുകയും ആ യജ്ഞങ്ങൾക്ക് വിഘ്നം ഉണ്ടാക്കുകയും ചെയ്തവർക്കുള്ള ശിക്ഷ ഒരു കാര്യം ചെയ്യും, തല താഴെയും കാല് മേളിലും. അങ്ങനെ ജനിക്കണോ? വേണ്ട. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വേണം? ആവശ്യത്തിനുള്ള കാര്യമേ പറയണം. ആവശ്യ കാര്യങ്ങൾ മാത്രമേ വരൂ. അനാവശ്യമായിട്ട് പറഞ്ഞ റിപ്പോർട്ടുണ്ട് ഇവിടെ. അപ്പൊ പറയും നമ്മൾ ജനിക്കേണ്ടി വരും. അപ്പൊ മറ്റൊരു ജന്മം നമുക്ക് ജനിക്കാൻ ഇടയാകരുത്. കിട്ടിയിരിക്കുന്ന ജന്മത്തെ സാക്ഷാത്കരിച്ചിട്ട് ഇനിയും ഒരു ജന്മം വേണ്ട. അതിനുവേണ്ടിയിട്ടാ ഭഗവാന്റെ ശരണം പ്രാപിക്കുന്നത്, നാമം ജപിക്കുന്നത്. എന്നാൽ ചെറുപ്പകാലത്ത് പറയാറുണ്ടോ എനിക്കൊരു ജന്മം വേണ്ട എന്ന് പറയാറുണ്ടോ?
എനിക്കിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറയാം, എന്നെ അങ്ങോട്ട് അങ്ങ് എടുത്താൽ മതി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആരും പറയാറില്ല. ഉണ്ടോ? മനസ്സ് പോകുന്നിടത്ത് ശരീരം പോകാതെ വരുമ്പോൾ പറയും, ഓ ഭഗവാനെ ഇനി അങ്ങ് പോയാൽ മതി, ഇല്ലയോ? ഈ ഗ്രഹപ്പിഴയ്ക്ക് എങ്ങാണോ അദ്ദേഹം വരുക, നീ വിളിച്ച ആളാ, കൊണ്ടുപോകാൻ വന്ന ആളാന്ന് പറഞ്ഞാലോ, അപ്പം വിളിക്കും, മോനെ വിളിക്കും, അല്ലെങ്കിൽ മോളെ വിളിക്കും, മക്കളെ ഇങ്ങോട്ട് ഇത് ആരാന്ന് ചോദിച്ചു. അത് മുത്തശ്ശി മുമ്പ് നേരത്തെ വിളിച്ചില്ലേ, ആളാ വന്നേ, കൊണ്ടുപോകാൻ വന്ന. അയ്യോ വരട്ടെ, എൻ്റെ കൊച്ചുമോനെ ഗൾഫിലുണ്ട്, അവൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് അവൻ്റെ പിന്നെ സുഖം. നമ്മൾ അങ്ങനെയുള്ളവരാണല്ലോ, പിന്നെ സുഖം. മകന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ സുഖം. കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ മുഖത്തൊരു മ്ലാനത, ഓ കല്യാണം കഴിച്ചിട്ട് 5-6 കൊല്ലമായി ഒരു സന്താന ഭാഗ്യമില്ല, അതിൻ്റെ വിഷമമാണ്. അപ്പൊ ഭഗവാന്റെ ഇരിക്കും അപേക്ഷിച്ച് ഭഗവാൻ ഒപ്പിട്ട് കൊടുത്തു, ഒരു സന്താന ഭാഗ്യം ഉണ്ടായി. എന്തുണ്ട്? സന്തോഷമാ, ഒരു കുഞ്ഞിക്കാലൊക്കെ കണ്ട് സന്തോഷം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്പലത്തിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്താ? ആ കൊച്ചനെ പള്ളിക്കൂടത്തിൽ പോകണം, അതുകൊണ്ട് എനിക്ക് അമ്പലത്തിലോട്ട് വരാൻ മതി. ഇതൊന്നും നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖം, അല്ലേ? അപ്പൊ അത് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ 10ാം ക്ലാസ്സായി. അയ്യോ അവന്റെ മുത്തശ്ശിക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം, അമ്മയ്ക്കും അച്ഛനും അത്രയും വരത്തില്ല. മുത്തശ്ശി പറയും അതൊന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സുഖം, അല്ലേ? അത് പാസ്സായി കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ വിദ്യാഭ്യാസം എല്ലാം പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രാർത്ഥന എന്താണെന്നറിയോ? ഒരു ജോലി വേണം. ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ സുഖം. ജോലി കിട്ടി കുറച്ചു നാൾ കഴിയുമ്പോൾ എന്താ മുഖത്തൊരു മ്ലാനത, അന്നേരം പറയും, ഓ ഗ്രഹനിലയം കൊണ്ട് നടന്നിട്ട് യാതൊരു രക്ഷയില്ല, ഒരു കല്യാണം ഒത്ത് കിട്ടുന്നില്ല. ഉടനെ ഭഗവാനോട് അപേക്ഷിച്ചു, അല്ലേ? ഭഗവാൻ ഒപ്പിട്ട് കൊടുത്തു, കല്യാണം നടന്നു. ഇങ്ങനെ പിന്നെ സുഖം, പിന്നെ സുഖം, പിന്നെ സുഖം, പിന്നെ സുഖം പറഞ്ഞ് 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 കാലം കഴിച്ചു കൂട്ടുക, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനല്ലേ പോലെ. ഇപ്പൊ മനസ്സ് പോകുന്നിട്ട് ശരീരം വരാതെ ഇനി അധികം കാലമൊന്നുമില്ല, പിന്നെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഡോക്ടർ പറഞ്ഞ് കല്ല അവിടെ ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. ഉടനെ പോയി ഓപ്പറേഷൻ ചെയ്യണം, അത് കല്ലിരുന്നാൽ കുഴപ്പമാണ്, അല്ലയോ? അപ്പൊ നമുക്ക് എന്താണോ രോഗം വരുന്നത് ഉടനെ അവിടെ നമ്മൾ ചികിത്സിക്കാൻ ഓടുക. ഇതിനു വേണ്ടിയിട്ടാ. മായയാണ്, മായ പ്രപഞ്ചമാണിത്. മായയിൽ മുങ്ങിക്കിടക്കുക. നമുക്കറിയാം നമുക്ക് ഇത്ര കാലം വരെ ഉള്ളൂ, ഏകദേശം ഇത്ര സമയം വരെ ഉണ്ടെന്നറിയാം. എന്നാലും നമ്മൾ നെട്ടോട്ട് ഓടുക. എന്തിനു വേണ്ടിയിട്ടാ? മരിക്കാതിരിക്കാൻ. എന്നാ പുരാണത്തിൽ ഒരു മരുന്ന് പറയുന്നുണ്ട്, മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു മരുന്ന്. കൈലാസത്തിൽ പോകാനുള്ള മാർഗം ഓരോരുത്തർ ഒപ്പിച്ചു, അല്ലേ? കാരണം ഇത് പാടല്ല. കാരണം ഭഗവാൻ ഇത് കാണുന്നുണ്ട്. ആരൊക്കെ വിളക്ക് വെച്ചു, ഒരു വിളക്കാണേലും അവിടുത്തെ ഫയലിൽ കയറ്റുക, ഡൗൺലോഡ് ചെയ്യും. ഇന്നാര് വിളക്ക് വെച്ചിട്ടുണ്ട് എന്ന് ഭഗവാനെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരും. ഇതൊന്നും ഭഗവാന് വേണ്ട. വേണോ? ഇതൊന്നും ഭഗവാന് വേണ്ട. ഭഗവാന് പ്രകാശമില്ലേ? ചന്ദ്രനുണ്ട്, നല്ല തേജോമയൻ. അദ്ദേഹത്തിന്റെ 2 കണ്ണുകളുണ്ട്, ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമാണ്. ഭഗവാനെ നമ്മൾ പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കണോ? വേണ്ട. 3ാമത്തെ കണ്ണ് അതിനേക്കായി പ്രകാശമുള്ള അഗ്നിയാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ഭഗവാനെ സമർപ്പിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സമർപ്പിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഡെപ്പോസിറ്റാണ്, ഒന്നും പാഴാകത്തില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമുക്ക്. അതിന് ഉദാഹരണം മഹാഭാരതത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. പാണ്ഡവന്മാർ ചൂത് കളിക്കരുതെന്ന് പറഞ്ഞ് ചൂത് കളി തോറ്റു, സർവവും പണയം വെച്ചു. പാഞ്ചാലിയെ കൂടെ പണയം വെച്ചു പാണ്ഡവർ, അത്ര മിടുക്കന്മാരായിരുന്നു. പണയം വെച്ചു. കർണന്റെയും ദുര്യോധന്റെയും ഒത്താശയത്തോടു കൂടി പാഞ്ചാലിയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചഴച്ച് സഭാമധ്യത്തിൽ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങിയപ്പോ വേദിയിലിരിക്കുന്ന മഹാരഥന്മാരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ? അവരാരും അനങ്ങിയില്ല. അവസാനം എന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? എൻ്റെ കൃഷ്ണൻ, അല്ലേ? ഭഗവാൻ പാഞ്ചാലിയെ പറയുന്ന കൃഷ്ണ എന്നാണ് പറയുന്നത്. അത്ര ഭക്തിയാണ്, അഗൈതമായിരിക്കുന്ന പരമപ്രേമമായിരുന്നു ഭഗവാനോട്. ദ്വാരകാവാസി കൃഷ്ണ എന്ന് വിളിച്ചപ്പോ രുക്മിണി ദേവി പറഞ്ഞു, ഒരു മിസ്കാൾ വന്നിട്ടുണ്ട്, രാത്രി 12 മണിക്കാ. അവിടെ ഒരു അടിയുണ്ടായാലും ഒരു പിടിയല്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ രാത്രി 12 മണിക്ക് ഒരു മിസ്കാൾ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നും ആ വർഷം തീർന്നിടപാട്, ഇല്ലയോ? രുക്മിണി ചോദിച്ചു, പോകണ്ടേ? അതെന്താ പോകാറായിട്ടില്ല? അതെന്താ ഭഗവാനെ അങ്ങനെ പറഞ്ഞത്? അതെ, വിളി മാത്രമേ ഉള്ളൂ.
മനസ്സ് എന്നിലേക്ക് വന്നില്ല. അപ്പൊ വിളിക്കുമ്പോ എങ്ങനെ വേണം? ഭാവത്തോടു കൂടി വിളിക്കണം. ഭാവസ് പോലോ, ജോർസ് പോലോ, മൂമസ് പോലോ, സബ്കോ പോലോ എല്ലാരും പറയണം. വൈഷ്ണവി പോകുമ്പോഴേ അങ്ങനാണല്ലോ. അഗേ ബോലോ ജയ് മാതാജി, പിച്ചേ ബോലോ ജയ്. ശബരിമല പോകുമ്പോൾ ശരണം വിളിക്കുന്ന പോലെ. ഇപ്പൊ പിന്നെ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ അയ്യപ്പോ സ്വാമിയെ പറഞ്ഞു പോകുമ്പം ഈ എന്നും ചെരുപ്പിട്ട് നടന്നവരുണ്ട്. അവർ ചെരുപ്പിടാതെ പോവുകയാണെങ്കിൽ അയ്യപ്പോ പെയ്യപ്പോ, മുമ്പ് വയ്ക്കുന്ന ആളോട് പറയും പെയ്യപ്പോ. അടുത്ത ശരണം വിളിക്കുന്നതിന് പകരം ഇതാ പറയുന്നത്, അയ്യപ്പോ പെയ്യപ്പോ. ഇപ്പൊ സബ്കോ ബോലോ ജയ് മാതാ എല്ലാരും ഉറച്ചു പറയണം. അപ്പൊ നാമം ജപിക്കുമ്പോ ശക്തിയായിട്ട് പറയണം. ജോർസ ബോലോ ജയ് മാതാജി, നല്ല ജോറായിട്ട് പറയണം. ആകെ ബോലോ ജയ് മാതാജി, പിച്ചേ ബോലോ ജയ് മാ, മുമ്പിലും പുറകിലും ഉള്ളവർ പറയാം. അതുകൊണ്ട് നമുക്ക് ഓം നമ ശിവായ. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ ഈ ഉറങ്ങുന്നുണ്ട്. എനിക്ക് ഒരിക്കലും കാണാം ശരി മയക്കം. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് സമ്മതിക്കുന്നതല്ല. അപ്പൊ എന്താന്ന് നോക്കുമ്പോഴും അവർ മയങ്ങുവാണ്. നാമം ജപിക്കുമ്പോഴും ശരീരാഭിമാനം ഉപേക്ഷിക്കണം എന്നാണ്. ശരീരാഭിമാനം ഉണ്ടെങ്കിൽ നാമം ജപിക്കാൻ പറ്റത്തില്ല. ശരീരാഭിമാനം കളയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ നമ്മൾ രാഷ്ട്രീയക്കാരെ നോക്കി, അവര് സെക്രട്ടേറിയറ്റിന്റെ വാതിക്കലും പഞ്ചായത്തിന്റെ വാതിക്കലും ഒക്കെ അവർ ശരണം വിളിക്കും. സെക്രട്ടേറിയറ്റ് ഭഗവാൻ ആരും ആയിക്കോട്ടെ, അവിടുത്തെ ഭഗവാനെ വിളിക്കുമ്പം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർക്കെതിരായിട്ട് വിളിക്കുമ്പോഴും അവരെന്താ ചെയ്യുന്നത്? മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്താ അവരുടെ കൈ അടങ്ങിയിരിക്കുമോ? കൈ അങ്ങ് ഉയരുക അല്ലയോ? കൈ ഉയർത്തി എറിയുക. കൈ നല്ല ശക്തിയില്ല, നല്ല ആരോഗ്യമാണ്. യോഗശാസ്ത്രത്തിൽ പറയുന്നത് നാമം ജപിക്കുമ്പോൾ കൈ ഉയർത്തി നാമം ജപിച്ച 16,008 നാഡീഞരമ്പ് ഒരേപോലെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കൈലാസത്തിൽ എത്തുമ്പോൾ ഋഷീശ്വരന്മാരും ദേവന്മാരും എല്ലാം ഹരഹര മഹാദേവ എന്ന് ഉറച്ച് കൈ ഉയർത്തിക്കൊണ്ട് പറയും. അപ്പൊ അതൊരു എനർജിയാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹരനമ പാർവതീപത എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും കൈ ഉയർത്തണം. കൈ ഉയർത്തി ഹരഹര മഹാദേവ എന്ന് ഉറച്ച് പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൈയുടെ വേദനയുണ്ട് മാറിക്കിട്ടും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഹരനമ പാർവതീപതേ. ചിലരെ ഇനി ഞാനിവിടെ അടുത്തുള്ള ആളായിട്ടായിരിക്കും കൈ ഉയർത്താൻ അല്ലേ? അത് നോക്കണ്ട, ഭഗവാൻ എന്നെ നിയോഗിച്ചതാ. ഭഗവാൻ പറയുന്നതായിട്ട് കണ്ടേച്ചാൽ മതി. ഹരഹര മഹാദേവ എന്ന് കൈ ഉയർത്തി എന്ന് പറഞ്ഞു നോക്കുക. സർവ്വ ദുരിതങ്ങളും യജ്ഞശാലയിൽ വെച്ച് തീരുക. ഉറച്ചു പറയണം ഹരഹര ഹരനമ പാർവതീപതേ. എന്തൊരു സുഖമാണ് അല്ലേ? ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ ഉണർത്തുന്നത്. പുള്ളി തപസ്സിലില്ലേ? പുള്ളി ഉണരണമെന്നുണ്ടെങ്കിൽ ഉറച്ച് നാമം ജപിക്കും. അങ്ങനെ ഗുണനിധിയുടെ കഥ ഇവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ സതീകണ്ഠത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. സതീകണ്ഠത്തിൽ ബ്രഹ്മദേവന്റെ സൃഷ്ടി വളരെ ഭംഗിയായിട്ടൊക്കെ നടത്താൻ തുടങ്ങി. സർവചരാചര കൃമി കീടങ്ങൾ എന്ന് വേണ്ട പക്ഷി മൃഗകൃമി കീടാദികളെ ഒക്കെ ഭഗവാൻ സൃഷ്ടിച്ചു. ദേവന്മാരെയും ശ്രീശ്വരന്മാരെയും വേണ്ട എല്ലാവരെയും സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചിരിക്കുമ്പോഴാണ് കാമദേവനെ സൃഷ്ടിച്ചത്. കാമദേവനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചു, ഹേ പരംപിതാവേ, എൻ്റെ ജോലി എന്താ? നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാം കൽപ്പിച്ചിട്ടുണ്ട്. നീ ഇന്നതുപോലെ ചെയ്തോണം, ഇന്നത് ചെയ്യണം. നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകബുദ്ധി അല്ലേ? വിവേകബുദ്ധിയുണ്ട്. ആ വിവേകബുദ്ധി നീ തന്നെ പ്രവർത്തിക്കണം. നമ്മളെല്ലാം ഭഗവാൻ തരുമെന്ന് പറഞ്ഞാൽ കുത്തിയിരുന്ന വല്ല രക്ഷയുണ്ടോ? ഇല്ല. അപ്പുറത്ത് ശാപ്പാട് വെച്ചിട്ടുണ്ട്. ശാപ്പാട് ഭഗവാൻ എനിക്ക് തന്നോളൂ, ഇവിടെ ഇരുന്നാൽ പറ്റുമോ? ഇല്ല. വിവേകബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്. നീ എഴുന്നേറ്റ് അവിടെ പോയി ക്യൂ നിന്ന് ആ നിശബ്ദമായിട്ട് നാമം ജപിച്ചുകൊണ്ട് ക്യൂ നിന്ന് ഭഗവാന്റെ പ്രസാദം മേടിച്ചു കഴിയുമ്പോൾ പ്രസാദേന ദുഃഖശമന. പ്രസാദം കഴിച്ചാല് ദുഃഖമില്ലാതാകും അല്ലേ? ഭഗവാന്റെ നാമം ജപിച്ചാല് ദുഃഖമില്ലാതാകും. ഭഗവത് ഭക്തന്മാരെ കണ്ടാൽ ദുഃഖമില്ലാതാകും. ഭഗവത് കഥ കേട്ടാൽ ദുഃഖമില്ലാതാകും. എല്ലാത്തിനും നിവൃത്തി എന്താ? ഭഗവാനാ അല്ലേ? നമുക്ക് എന്തുണ്ടെങ്കിലും അതിനെല്ലാം നിവൃത്തി എല്ലാം ഭഗവാനാണ്. ആ ഒരു ഭാവത്തിൽ മുന്നോട്ട് പോയിട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മളെ ഇതൊന്നും ബാധിക്കത്തില്ല അല്ലേ? നാമം ജപിക്കുന്നതിന്റെ ഫലമാണ്. എങ്ങനെല്ലാം നമ്മളെ
ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കി തീർത്താലും ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം ജ്ഞാനാം ആത്മസ്വരൂപത്തെ നമ്മൾ സ്മരിച്ച് നാമം ജപിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കാത്തതിന്റെ കാരണം. അങ്ങനെ നാമം ജപിക്കാനുള്ളൊരു മനസ്സാണ്. അപ്പൊ കാമദേവനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കാമദേവൻ ചോദിച്ചു, പരംപിതാവേ എന്റെ ജോലി എന്തേന്ന് ചോദിച്ചപ്പോൾ ആ കാമദേവന് ബ്രഹ്മദേവൻ 5 ബാണം കൊടുത്തു. ഹർഷണം, ശോകനം, മോഹനം ഇങ്ങനെ തുടങ്ങി 5 ബാണം. മോഹം ഉണ്ടാകാനായിട്ട്, കാമം ഉണ്ടാകാനായിട്ട്, ഈ പ്രപഞ്ചത്തിലെ ജീവരാശികൾക്കെല്ലാം നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവര് വംശപരമ്പര ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിനക്ക് 5 അമ്പുകൾ തരുവാണ് എന്ന് പറഞ്ഞിട്ട് മന്ത്രപുരസ്സരി നമുക്ക് കൊടുത്തു. ഞങ്ങള് പോലും നിൻ വശവർത്തികളാണ്, ഞങ്ങൾ പോലും നിൻ വശവർത്തികൾ. ഞങ്ങളെന്ന് പറയുമ്പോൾ ആരാ? ബ്രഹ്മദേവനും മഹേശ്വരനും ആരാ? വിഷ്ണു ഭഗവാൻ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സൃഷ്ടി നടത്തി. സന്ധ്യാദേവിയെ സൃഷ്ടിച്ചു. സന്ധ്യാദേവിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കാമദേവൻ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ ഒരു വാക്ക് കൊടുത്തല്ലോ, ഞങ്ങൾ പോലും നിൻ വശവർത്തികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ അമ്പ് നേരെ ബ്രഹ്മദേവൻ അങ്ങോട്ട് പ്രയോഗിച്ചു. ഈ അസ്ത്രം കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രഹ്മദേവന്റെ മനസ്സിനൊരു മാറ്റം. തന്റെ മകളെ കണ്ടുകൊണ്ടിരിക്കുക. ആരെ? സന്ധ്യയെ. സൗന്ദര്യത്തിടമ്പ സന്ധ്യാദേവി. മനസ്സിന് ഭാവവ്യത്യാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ധർമ്മദേവൻ മഹാദേവനെ സ്മരിച്ചു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ബ്രഹ്മദേവനെ ശകാരിച്ചു. വൃത്തികെട്ടവനെ ഒക്കെ വിളിച്ചു. നിനക്ക് ഈ മനസ്സ് വന്ന ഒരിക്കലും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു തല അങ്ങ് പിഴുതു കളഞ്ഞു. 4 വശത്തോട്ടുണ്ട്, മേളിലോട്ട് ഒരു തലയുണ്ടായിരുന്നു ബ്രഹ്മദേവൻ. ഒരു തല അങ്ങ് നുള്ളിക്കളഞ്ഞു. അപ്പൊ എല്ലാവരും കേക്കെ ബ്രഹ്മദേവനെ ശകാരിച്ചത് കൊണ്ട് ബ്രഹ്മദേവന് മഹാദേവനോട് ഭയങ്കര വൈരാഗ്യം. ഈ വൈരാഗ്യം എല്ലാരെയും കേൾക്കെ ഇപ്പൊ പിള്ളേരെ ശകാരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. പണ്ടൊക്കെ സ്കൂളില് വീട്ടിൽ തെറ്റ് കാണിച്ചാൽ സ്കൂളിലാണ് ചെന്ന് അടി മേടിക്കുന്നില്ലയോ? ഇന്നതൊന്നും പറ്റത്തില്ല. ശകാരം പറ്റത്തില്ല, കൂടുതൽ നോക്കാൻ പറ്റത്തില്ല. നോക്കിയ കൊച്ചിന് പനി വരും. സാറ് നോക്കിയത് കൊണ്ടാണ് പനി, ഇല്ലയോ? സാറിന്റെ ജോലി പോവും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാ. കാലം മാറി. ഈ ആക്ഷേപം ബ്രഹ്മദേവന് സഹിച്ചില്ല. മഹാദേവൻ അപ്രത്യക്ഷമായി സന്ധ്യയോട് പറഞ്ഞു, സന്ധ്യ നിന്റെ ശരീരം കളങ്കപ്പെട്ടു. എന്താ കാരണം? നല്ലതല്ലാത്ത ഭാവത്തിൽ നിന്നെ ദർശിച്ചത് കൊണ്ട് ശരീരം കളങ്കപ്പെട്ടു. അതുകൊണ്ട് നീ ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ശരീരം എന്നേ ഉപേക്ഷിക്കേണ്ടതായിരുന്നില്ലയോ? എത്രയോ കാലത്തിന് മുമ്പ് ഉപേക്ഷിക്കണമായിരുന്നു. നല്ലതല്ലാത്ത ഭാവത്തിൽ ആരൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മളല്ലയോ? അത് കളങ്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കളങ്കം വരാതിരിക്കാനായിട്ട് എന്ത് വേണം? മഹാദേവനെ വിളിച്ചാൽ മതി. അതുകൊണ്ട് എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ നിനക്കധികം താമസിക്കാതെ വന്നു ചേരും എന്നൊരു ഉപദേശം തരാൻ വസിഷ്ഠ മഹർഷി വന്നു. വസിഷ്ഠ മഹർഷി മന്ത്രം കൊടുത്തു. ഓം നമ ശങ്കരായ നമ ഓം എന്നുള്ള മഹാമന്ത്രം ഉപദേശിച്ചു. ഈ മന്ത്രം സ്വീകരിച്ചുകൊണ്ട് സന്ധ്യാദേവി ഇവിടെ പോയി തപസ്സിന്. സന്ധ്യ പിന്നെ ഒരു ശാപം കൊടുത്തു. കുട്ടിക്കാലത്ത് ആർക്കും തന്നെ ഈ കാമദേവന്റെ അമ്പുകൾ കൊണ്ടുള്ള ശക്തി ഉണ്ടാകാതിരിക്കട്ടെ, 13 വയസ്സ് വരെ കുട്ടികൾക്ക് കാമവിചാരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സന്ധ്യാദേവി അനുഗ്രഹിച്ചു. 13 വയസ്സ്. കാലം കലിയുഗം. കലിയുഗത്തിന് 1/4 ഭാഗമേ ആയുള്ളൂ. ഇനി 3/4 ഭാഗം കിടക്കുന്നു. ഇനി എന്തായി തീരുമെന്ന് ആലോചിച്ചോണം. പണ്ട് കാലത്ത് കുട്ടികൾ ഋതുമതികളാകുന്നത് എത്ര വയസ്സിലാ? 13ാമത്തെ വയസ്സിലല്ലേ? 12 കഴിഞ്ഞാൽ പിന്നെ ആകാം. ഇപ്പോഴോ 5 വയസ്സ് കഴിയുമ്പോൾ. കാരണം എന്താ? ഹോർമോൺ കുത്തിവെച്ചുള്ള ആഹാരങ്ങള് കഴിക്കുന്നു. അവരുടെ ശരീരഘടനയ്ക്ക് പോലും മാറ്റം സംഭവിക്കുന്നു. കോഴിക്കകത്ത് കോഴിയില്ല, ഉണ്ടോ? കോഴിക്കകത്ത് കോഴി, മുട്ടയ്ക്കകത്ത് മുട്ടയില്ല. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. വ്യത്യാസങ്ങൾ നോക്കണം. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിരിക്കുന്ന വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന ദോഷങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാരങ്ങൾ ഒരു മുഖ്യ ഘടകമാണ് പറയുന്നു.
ആഹാരമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ആഹാരം ശരിയായ രീതിയിൽ ശുദ്ധമായിരിക്കുന്ന ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല ഭാവമായിരിക്കും. ശുദ്ധമായിരിക്കുന്ന ആഹാരം കഴിക്കണം. ഇപ്പൊ ആഹാരം കഴിപ്പം എങ്ങനെയാ? തിങ്കളാഴ്ച എല്ലാം പാചകം ചെയ്ത് ഡംപ് ചെയ്ത് വെക്കും, ചൊവ്വാഴ്ച കുറച്ചെടുത്ത് ചൂടാക്കും, അല്ലയോ? ബുധനാഴ്ച എങ്ങനെ, വ്യാഴാഴ്ച എങ്ങനെ, വെള്ളിയാഴ്ച എങ്ങനെ, ശനിയാഴ്ച ശകലമുണ്ട് അത് പൂർണ്ണമാക്കും, ഞായറാഴ്ച പുറത്തു പോകും. ഞായറാഴ്ച എവിടെ പോകും? എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോകും. ഞായറാഴ്ച കഴിക്കും, അല്ലയോ? ഒരാഴ്ചത്തെ സാധനം എത്ര ദിവസം കഴിച്ചു? 6 ദിവസം കഴിച്ചു. ഈ ചെന്ന് കഴിക്കുന്ന സാധനവും 1 മാസമായതായിരിക്കും. ചെന്ന് കഴിക്കുന്നത് 1 മാസമായതായിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. രോഗങ്ങൾ നമ്മൾ തനിയെ വിളിച്ചു നോക്കും. അപ്പം അങ്ങനെ അരുന്ധതി ഒരു അനുഗ്രഹം കൊടുത്തു. ശാപവും അനുഗ്രഹമാണ്. തപസ്സിന് പോയി. മേധാതിഥി എന്ന് പറയുന്ന ഋഷീശ്വരൻ യാഗം നടത്തുന്ന ചന്ദ്രഭാഗ എന്ന നദിയുടെ തീരത്ത് ആ പർവ്വതത്തിൽ പോയി തപസ് ചെയ്തു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ അതിൻ്റെ ആഗ്രഹം എന്ന് വെച്ചു. അങ്ങനല്ലേ പറഞ്ഞ് എൻ്റെ ശരീരം കളക്കപ്പെട്ടു എന്ന് അനുഗ്രഹിച്ചു. നീ മേധാതിഥിയുടെ ആശ്രമത്തിൽ ചെന്ന് ഈ ശരീരം ഉപേക്ഷിക്കുക. ആരാണോ നിന്നെ കാണുന്ന അവരുടെ ഭർത്താവായിട്ട്, ആ ആളിൻ്റെ ഭാര്യയായിട്ട് നീ ഭവിക്കപ്പെടും, നിന്റെ ഭർത്താവായിട്ട് വരും. മറ്റാരും നിന്നെ കാണാതെ പോകട്ടെ എന്നൊരു അനുഗ്രഹം കൊടുത്തു. അതനുസരിച്ച് അനുഗ്രഹം മേടിച്ച് തപസ്സിന്റെ ഫലം കിട്ടി നേരെ മേധാതിഥിയുടെ ആശ്രമത്തിൽ വന്ന് യാഗകുണ്ഡത്തിലേക്ക് ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ വസിഷ്ഠ മഹർഷിയെ കാണാനിടയിൽ. വസിഷ്ഠനിൽ മഹാദേവനെ കണ്ടു എന്നാണ്. മഹാദേവനെ കണ്ടു കഴിഞ്ഞപ്പോ ഭാവിയിലെ എൻ്റെ ഭർത്താവായിരിക്കും എന്ന് മനസ്സിലാക്കി ഈ ശരീരം അഗ്നിയിലേക്ക് ഉപേക്ഷിച്ചു. അവിടെ നിന്ന് 2 ഭാഗിക്കപ്പെട്ടു. അതാണ് പ്രഭാത സന്ധ്യയും സായം സന്ധ്യ, രാവിലത്തെ സന്ധ്യയും വൈകിട്ടത്തെ സന്ധ്യയും. രാവിലത്തെ സന്ധ്യയുടെ പ്രത്യേകത പറയുന്നത്, രാവിലെ നമ്മൾ അടിച്ച് നളിച്ച് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമം ജപിച്ചാൽ ആ വീട്ടിൽ ശ്രീദേവിയുടെ അനുഗ്രഹം. ഇല്ലെങ്കിൽ ആരുടെ അനുഗ്രഹം? പുള്ളിയുടെ ചേട്ടത്തി ആരാ? അതെല്ലാവർക്കും അറിയാമല്ലോ, മൂദേവിയാണ്. ശ്രീദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ദേവന്റെ അനുഗ്രഹം ആ ഭവനത്തിലുണ്ടാകും. രാവിലെ വിളക്ക് കത്തിച്ചാൽ മാത്രം പോരാ, നാമം ജപിക്കണം. അങ്ങനെ നാമം ജപിച്ചാൽ ആ വീടിന് അനുഗ്രഹം ഉണ്ടാകും. ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടും. വൈകിട്ടും അതേപോലെ വിളക്ക് കത്തിച്ച് നാമം ജപിച്ചാൽ പിതൃവിന്റെ അനുഗ്രഹം. നമ്മൾ ചെയ്യുന്ന ദൈവാനം നോക്കുമ്പോൾ പറയും, പിതൃവിന്റെ അനുഗ്രഹം കുറവാണ്, വ്യാഴം പ്രസാദിച്ചിട്ടില്ല, അല്ലേ? ആദ്യത്തിനും വ്യാഴം ദോഷകാരകനായിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞുകൊള്ളും പിതൃവിന്റെ ദോഷമുണ്ടെന്ന്. അതിനെന്താ മാർഗം? വിഷ്ണുപൂജ കഴിക്കണം, ബലിതർപ്പണങ്ങൾ നടത്തണം എന്നൊക്കെ ജ്യോതിഷം പറയും. വിഷ്ണുവിനെ ഭജിക്കണം. പിതൃവിന്റെ ദോഷം ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിഷ്ണുവിന്റെ ദോഷം ഉണ്ടെങ്കിൽ പൂജ കഴിച്ച് നാമം ജപിച്ച് മാറ്റാൻ പറ്റും. പിതൃദോഷം വന്നാലോ പറ്റത്തില്ല. പിതൃവിന്റെ കോപം ഉണ്ടായാൽ സുഹൃതക്ഷയം ഉണ്ടാകുന്ന ദേവി ഭാഗവതം പറയുന്നുണ്ട്, ഈ ജന്മത്തിൽ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളാൻ, പൂർവ്വജന്മത്തിൽ മൂലോക മാതാവായിരിക്കുന്ന ഭവാനി ആയിരിക്കുന്ന എന്നെ വേണ്ട വിധത്തിൽ ഭജിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയുള്ളൂണെന്ന് ദേവി ഭാഗവതം വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം ആരെ വേണേ ഭജിച്ചോ, ദേവിയെ ഭജിച്ചോ, ശിവനെ ഭജിച്ചോ, വിഷ്ണുവിനെ ഭജിച്ചോ, ഇഷ്ടമുള്ള ദേവതാഭജനം നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഉപാസനയാണ്, ഉപാസനാമൂർത്തിയാണ്. നമുക്ക് ഏവർക്കും വേണം ഉപാസനാമൂർത്തി. ഇഷ്ടദേവിതാണ്, ഇഷ്ടദേവനെ പൂജിക്കണം. മനസ്സുകൊണ്ട് പൂജിച്ചാൽ മതി. ഇഷ്ടദേവനെ പൂജിക്കുക, ഒരു മന്ത്രം സ്വീകരിക്കണം. ഇനി മന്ത്രം ഉപദേശിക്കാണ്ട് ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ ഓം നമ പ്രണവാർദ്ധായ ശുദ്ധജ്ഞാനൈകമൂർത്തയെ നിർമ്മലായ പ്രശാന്തായ ശ്രീ ദക്ഷിണാമൂർത്തിയെ നമ. മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിട്ട് തെക്കോട്ട് ദർശനത്തിലിരിക്കുന്നു. തെക്കോട്ടിരിക്കുന്ന ഇവിടെ ഏറ്റുമാനൂർ അല്ലേ, ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ് തെക്കോട്ടിരിക്കുന്നു. പിന്നോ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാൻ തെക്കോട്ടിരിക്കുന്നു. അനേക ക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തി ജ്ഞാനം ഉപദേശിക്കാനായിട്ടിരിക്കുക. ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. അപ്പൊ ആ ഗുരുവിനെ, മഹാദേവനെ ദക്ഷിണ വെച്ചിട്ട് നമശിവായ മന്ത്രം സ്വീകരിക്കുക. വള്ളിക്കാവിലേക്ക് നമ്മൾ ഫോൺ ചെയ്താൽ എന്താ അവിടുന്ന് ഹലോ എന്ന് നമ്മൾ പറയില്ലേ?
അവർ നമശിവായെന്ന് പറയും. വീണ്ടും നമ്മൾ ഹലോ പറയും. എന്നാലും നമ്മൾ നമശിവായ പറയത്തില്ല. കുറേ കഴിയുമ്പോൾ വീണ്ടും നമശിവായെന്ന് പറയും. ആദ്യം നമ്മൾ ഹലോ എന്ന് പറയും, അവർ നമശിവായ എന്ന് പറയും, വീണ്ടും നമശിവായ എന്ന് പറയും. അപ്പം അങ്ങനെ പോലും നമുക്ക് കേട്ടാൽ പോലും, നമശിവായ മന്ത്രം കേട്ടാൽ പോലും മോക്ഷത്തിന് കാരണമായി തീരുന്നു. അങ്ങനെ ശരീരം ഉപേക്ഷിച്ചു. ഈ ശരീരത്തിൽ നിന്നാണ് രാവിലത്തെ സന്ധ്യയും വൈകിട്ടത്തെ സന്ധ്യ ഉണ്ടായത്. ബ്രഹ്മദേവന്റെ പക തീർന്നിട്ടില്ല. ആരോട്? മഹാദേവനോട്. മഹാദേവനോടുള്ള പക തീർന്നിട്ടില്ല. എങ്ങനെയെങ്കിലും മഹാദേവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണം എന്നാര് തീരുമാനിച്ചു? ബ്രഹ്മദേവൻ. കാമദേവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നോട് ഈ ചതി കാണിച്ചതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു, എനിക്ക് നാണക്കേടായി. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ശാപം തരുവാണ്. മഹാദേവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഗ്നിയിൽ നീ ചാമ്പലാകട്ടെ. അതുകൊണ്ടാണ് കാമദേവൻ മഹാദേവന്റെ നേത്രാഗ്നിയിൽ വന്ന അഗ്നിയിലെ ചാമ്പലായതിന്റെ കാരണം. ശാപം കൊടുത്ത കുറെ കാലം കഴിഞ്ഞിട്ടാ. എൻ്റെ ആഗ്രഹം സാധിച്ചാണ്, ഈ മഹാദേവൻ ഏതെങ്കിലും പെണ്ണുങ്ങളോട് പറയുവാണെങ്കിൽ, നീ സംസാരിക്കുവാണെങ്കിൽ എനിക്ക് പ്രയോഗിച്ചതുപോലുള്ള അമ്പ് മഹാദേവന് പ്രയോഗിക്കണം, അപ്പം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. മഹാദേവൻ ഇങ്ങനെ നടന്നിട്ട് ആരെയും കാണുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. അവസാനം ഈ കാമദേവൻ വന്നിട്ട് പറഞ്ഞ്, പരംപിതാവേ, ഈ മഹാദേവൻ ആരോടും സംസാരിക്കുന്നില്ല. അപ്പൊ വിഷമം ഉണ്ടായി. വിഷമം കൊണ്ട് ദീർഘശ്വാസം നമുക്കുണ്ടത്. വിഷമം കൂടുമ്പോൾ ദീർഘശ്വാസം, സന്തോഷം വരുമ്പോൾ ദീർഘശ്വാസം. സന്തോഷം വരുമ്പോൾ ശ്വാസം തടവില്ലാതെ പോകും, അടക്കില്ലാതെ പോകും. പക്ഷെ വിഷമം വരുമ്പോഴോ ഇടയ്ക്ക് തടസ്സം ഉണ്ടാകും. ഈ ശ്വാസത്തിൽ കൂടെ ജനിച്ചവരാണ് മാരന്മാർ. കുറെ ജീവന്മാർ ജനിച്ചു. അവർ ചോദിച്ചു, ഞങ്ങളുടെ ജോലി എന്താ? അത് കാമദേവനെ സഹായിച്ചോളാം. അവർ കുറെ കാലം കാമദേവന്റെ കൂടെ നടന്ന് അവരെല്ലാം വന്നിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ കാമദേവൻ മഹാദേവന്റെ മുമ്പിൽ പോകത്തില്ല. എപ്പോഴാണെന്നറിയാൻ പറ്റുമോ ഈ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നത്? പുള്ളി മുമ്പിൽ പോകത്തില്ല, പുറകിനിങ്ങനെ നടന്നു. അവസാനം വന്ന് ബ്രഹ്മദേവന് വിഷമമായതുകൊണ്ട് വിഷ്ണു ഭഗവാനെ സ്മരിച്ചു. ഭഗവാനെ സ്മരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ട്, എന്താ ബ്രഹ്മദേവ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി വിളിച്ചതാണ്. ഇങ്ങനൊരു കാര്യമുണ്ട്, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനൊരു പ്രതിജ്ഞ എടുത്ത് മഹാദേവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണം. അപ്പൊ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തോ? ബ്രഹ്മദേവ വിഷമിക്കണ്ട, ലോകേശി ആയിരിക്കുന്ന മഹാമായ മണിദ്വീപ് വാസിനിയായിരിക്കുന്ന ജഗദംബിക നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹേ ദേവകളെ, നിങ്ങൾക്ക് എപ്പോഴാണോ എന്നെ കൊണ്ട് ആവശ്യം അന്നേരം അമ്മേ എന്നൊന്നു വിളിച്ചാ മതി. ഉണ്ടോ? അമ്മ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ മന്ത്രമാണ് അമ്മ. അമ്മയ്ക്കുള്ള സ്ഥാനമാണ്. വീട്ടിൽ അമ്മയുണ്ടല്ലേ? അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പറയും, ഇനി ഞാൻ ആരോട് പറയാനാ, അല്ലേ? എനിക്കെല്ലാം പറഞ്ഞു തരാനും എൻ്റെ സങ്കടം പറയാനും ഒരാളുണ്ട്, രണ്ടുപേരുണ്ടായിരുന്നു, അവർ നഷ്ടപ്പെട്ടു. ഭർത്താവ് കണക്കാ, അല്ലെ ഭാര്യ കണക്കാ, മക്കളും കണക്കാ, അല്ലേ? അപ്പൊ മക്കളുടെ സങ്കടം ആരോടാ പറയുന്നത്? അമ്മയുടെ. ലോകത്തിന്റെ ഒക്കെ അമ്മയാണ് ആര്? പാർവതി ദേവി. ലോകത്തിന്റെ ഒക്കെ അച്ഛനാണ് ശ്രീ പരമേശ്വരൻ. ഭാഗവതി പറയുന്നത്, ബന്ധുവില്ലാത്തവർക്ക് ബന്ധുവാ ഭഗവാൻ, അല്ലേ? ആരും ബന്ധുക്കളില്ലയോ, അവർക്കൊക്കെ ബന്ധു ആരാണ്? ഭഗവാനാണ്. ഭഗവാനെ ബന്ധുവായിട്ട് വിചാരിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമാണ്, ഒരു കുഴപ്പമുണ്ടാകത്തില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭഗവാനെ മാത്രം വിശ്വസിക്കാം. നൂൽപാലത്തെ കൂടാ ഗൃഹസ്ഥാശ്രമ ജീവികൾ സഞ്ചരിക്കുന്നത്, നൂൽപാലത്തെ കൂടാ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് സഹിക്കാനുള്ള സഹനശക്തി എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ മുറുക്ക പിടിക്കണം. ഇല്ല, എപ്പോ തീർന്നു കട്ടപ്പുകയെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? സഹനശക്തിയാണ് ഈശ്വരൻ. എന്തിനെ സഹിക്കാനും. നമ്മുടെ വീട്ടില്, അടുത്ത വീട്ടിൽ ആ ഭാര്യ ഭർത്താവൊക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ചു വെച്ചപ്പോൾ അടുത്ത വീട്ടിലെ ഭാര്യ എന്നിച്ച് പറയുക, സഹിച്ചേ പറ്റൂ, ഇങ്ങനെ എത്രയല്ലേ സംഭവിച്ചുള്ളൂ. വലിയ കാര്യമായി പോയി. സമാധാനിക്കാൻ പോയതാ, സമാധാനിപ്പിക്കാൻ പറഞ്ഞു, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ഇനി ഇതിൽ കൂടുതൽ എന്തോന്ന് വരാൻ, ഇല്ലയോ? അത് തന്നെ ആയിരിക്കും ഇപ്പുറത്തും വന്ന് പറയുന്നത്. നമുക്ക് അപ്പുറത്ത് വാക്കുകളൊന്നുമില്ല, ഉണ്ടോ? നമുക്ക് പറയാനുള്ള വാക്കുകൾ ഇത്രയേ ഉള്ളൂ. സഹിച്ചേ പറ്റൂ, സമാധാനിക്കുക. എല്ലാവർക്കും കൊടുക്കാവുന്നൊരു ഉപദേശമാണ്.
എല്ലാവരും ഉപദേശിക്കാൻ മിടുക്കരാ, തൽക്കാര്യത്തോടെടുക്കുമ്പോൾ കാണാം ഭാവപ്പകർച്ചകൾ. ദേവിഭാഗവതം പറഞ്ഞു എല്ലാവരും മിടുക്കരാ ഉപദേശിക്കാൻ അല്ലേ. വീട്ടിൽ ചെന്ന് സമാധാനിക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈ ആളുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കും അല്ലേ. ഇതൊരു പ്രപഞ്ച രഹസ്യമാണ്, ഇത് മായയാണ്, മായയിൽ മുങ്ങിക്കിടക്കുക. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം മഹാദേവനെ കണ്ടുകൊണ്ടിരിക്കുക, കഥ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴോ ഈ എളുപ്പം പോകണം, ശരി ആഹാരം കഴിച്ചിട്ട് പ്രസാദം കഴിച്ചിട്ട് എളുപ്പം വേണം, വീട്ടിൽ ആരുമില്ല ഇല്ലേ, പട്ടിയുണ്ട് പശുവുണ്ട് ഇല്ലേ, പ്രാരബ്ധങ്ങളാ കൂട്ടിക്കെട്ടി 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 കൊണ്ടിങ്ങനെ ഇരിക്കുക. നമ്മുടെ ടൈമെല്ലാം ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്, ഓടുക എന്നോടാൻ തുടങ്ങിയതാ അല്ലേ. അത് സാറ് പറഞ്ഞ പോലെ പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അധിക സമയം വേണ്ട എഴുന്നേറ്റ് ഓടാൻ അല്ലേ. നമ്മുടെ ഷോഡശ സംസ്കാര ക്രിയ അനുസരിച്ച് ഓരോ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴാണ് നമുക്കൊരു ശാന്തി സമാധാനം കിട്ടുന്നത്. കിട്ടുന്നുണ്ടോ? ഇല്ല. അവസാന നിമിഷം വരെയും ദുഃഖത്തില്ല. സുഖം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നാമം ജപിക്കുമ്പോഴേ, ഭഗവാന്റെ വ്രതം അനുഷ്ഠിക്കുമ്പോഴേ, ഭഗവാനെ ഉപാസിക്കുമ്പോഴേ അല്ലേ. അത് പറയും. അങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞ് അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭഗവതിയെ വിളിക്കാന്ന് പറഞ്ഞ് ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും കൂടെ യോഗേശ്വരിയായിരിക്കുന്ന മഹാമായയെ സ്മരിച്ചു, സ്തുതിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്താന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ മകൻ ദക്ഷൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് അസഗ്നി വീരണി എന്നൊക്കെ പറയും. പാലാഴിയുടെ ഉത്തരതീരത്ത് തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദക്ഷന്റെ പുത്രിയായിട്ട് ജനിച്ച് ഹരനെ മോഹിപ്പിക്കണം. എന്നുവെച്ചാൽ മഹാദേവനോട് ഇച്ചിരി പ്രേമം ഉണ്ടാവണം. മോഹം എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും. മഹാദേവനെ പ്രേമിക്കണം. ഇപ്പോഴത്തെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയാം, പ്രേമിക്കണം, പ്രേമിച്ച് തൻ്റെ പാട്ടിലാക്കണം. അപ്പൊ ദേവി പറയോ എനിക്ക് പറ്റത്തില്ല, അത് നല്ല കക്ഷിയാ അല്ലേ, പെണ്ണുങ്ങളെ കണ്ടുകൂടാത്ത ആളെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നു. ചുമ്മാതാ. ഇതുപോലെ സഖ്യമുള്ള ആൾ വേറെ ഇല്ല. സ്ത്രീകളോടാണ് ഏറ്റവും കൂടുതൽ കാര്യം മഹാദേവൻ. കാരണം എന്താ? അവർക്ക് മാത്രമേ ദുഃഖമുള്ളൂ. അമ്മയാണ്, അമ്മയ്ക്ക് മാത്രമേ ദുഃഖമുള്ളൂ, അമ്മയ്ക്ക് മാത്രമേ വേദനയുള്ളൂ അല്ലേ. വേദനയും ദുഃഖവും അനുഭവിക്കുന്നത് അമ്മയാണ്. അതെപ്പോഴാ? വേദന ഈറ്റുനോവ് ആരംഭിക്കുമ്പോൾ അമ്മയ്ക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ എത്ര വേദന അനുഭവിച്ചാലും അതിന്റെ ഫലം എനിക്ക് കിട്ടും, ഒരു ഉണ്ണിയെ കിട്ടും അല്ലേ. അത് കഴിഞ്ഞാൽ ഉണ്ണിയുടെ കൈ വളരുന്നോ കാല് വളരുന്നോ, ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, വളർത്തി വലുതാക്കി. ഈ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകാൻ എന്താ? ഒരു വാക്ക് മതി. വേദനയും ദുഃഖവും ആർക്കാ ഉള്ളത്? അമ്മയ്ക്ക. അതുകൊണ്ടാണ് ഭാഗവതത്തിലെ 2 വരികളുണ്ട്. വസുദേവസുതം ദേവം, അടുത്തെന്താ? കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം. ദേവകീ പരമാനന്ദം ആരാ? അമ്മയാ. അമ്മയ്ക്ക് എന്താ കൊടുത്തുന്ന? ബൂസ്റ്റ് കൊടുത്തുന്നാണോ? ഹോർലിക്സ് കൊടുത്തുന്നാണോ? പിന്നോ പരമാനന്ദത്തെ കൊടുക്കണം. അപ്പൊ അമ്മയ്ക്കും അച്ഛനും സമാധാനത്തെ കൊടുക്കണം മക്കള്. ചോദിച്ചു നോക്കുക, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എത്ര സമാധാനം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുക. തന്നോട് തന്നെ ഉത്തരം പറയാം. ഇവിടെ പറയണ്ട, നമ്മുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ, അവിടെ പറയുക. അപ്പൊ കാണപ്പെടുന്ന ഈശ്വരനും ഈശ്വരിയുമാണ് ആര്? അച്ഛനും അമ്മയും. അങ്ങനെ ഈ ലോകത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നു എങ്കില് എന്തായാലും മെഡിക്കൽ കോളേജിന്റെ ആവശ്യമില്ല, കോടതിയുടെ ആവശ്യമില്ല, വേണോ പട്ടാള ക്യാമ്പിന്റെ ആവശ്യമില്ല, പോലീസ് സ്റ്റേഷൻ എണ്ണം കുറയ്ക്കാം. ഇത് കാണുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞു അമ്മയുടെ പേരങ്ങ് മാറ്റും. അമ്മ എന്നുള്ളത് മാറ്റിയിട്ട് തള്ളയെന്നാക്കും. നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇല്ലേ? അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ പേര് മാറ്റും, മുതുക്കി എന്നാക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തി ഭഗവാനെ അച്ഛനായിട്ടും ഭഗവാനെ, അത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളതും. കാണപ്പെടുന്ന ഈശ്വരനും ഈശ്വരിയാണ് അച്ഛനും അമ്മയും.